ടിപ്പു സുൽത്താനോടും ബ്രിട്ടീഷുകാരോടും സ്വന്തം കുടുംബത്തിലെ അധികാരമോഹികളോടും ഒരേ സമയം ഏറ്റുമുട്ടേണ്ടി വന്ന സൈന്യാധിപനും ഭരണാധികാരിയുമായിരുന്നു വീരപഴശ്ശി. മണ്ണിനും മണ്ണിന്റെ മക്കൾക്കും മാതൃഭൂമിയുടെ മഹിത പാരമ്പര്യത്തിനും വേണ്ടി മരണം വരെ പോരാടുമ്പോൾ പഴശ്ശിരാജയിൽ ആവേശം നിറയ്ക്കാൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നാടിനോടും നാടിന്റെ പാരമ്പര്യത്തോടുമുള്ള തീവ്രമായ ഭക്തി. സൈന്യത്തെ സംഘടിപ്പിക്കാൻ വേണ്ടി നാട്ടുപ്രമാണിമാർക്ക് അദ്ദേഹം എഴുതിയ കത്തുകളിലൊന്നിൽ 1797 ഒക്ടോബർ 10 ആയിലത്ത് നമ്പ്യാരോട് ഇങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്: പെരുമാളും ഭഗവതിയും വസിക്കുന്ന പരിശുദ്ധമായ മണ്ണിൽ യൂറോപ്യന്മാർ ശക്തരായിരുന്നിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. കണ്ണോത്തും മണത്തനയിലും അവർ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ പലവട്ടം വെടിവെപ്പുകൾ നടന്നിരിക്കുന്നു. ഇത് ഭഗവതിക്കും പെരുമാൾക്കും എതിരായിട്ട് മാത്രം നടത്തിയിട്ടുള്ളതിനാൽ ഞാൻ കമ്പനിക്കെതിരായി പ്രവർത്തിക്കുവാൻ ശക്തമായി തീരുമാനിച്ചിരിക്കുന്നു. ചെഗുവേരയും ജനിക്കുന്നതിന് മുമ്പ് 175 വർഷങ്ങൾക്ക് മുമ്പ് സാമ്രാജ്യത്വ മുതലാളിത്ത മൂലധന ശക്തികളെ തുരത്താൻ തൊഴിലാളികളുടെയും കർഷകരുടെയും സായുധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിപ്ലവകാരിയായിരുന്നു വീരപഴശ്ശി. കാറൽ മാർക്സ് ജനിക്കുന്നതിനും 65 വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയേക്കാൾ വ്യക്തമായ മുതലാളിത്ത വിരുദ്ധ ആശയങ്ങൾക്ക് മൂർത്തരൂപം നൽകുകയും അത് നടപ്പാക്കുകയും ചെയ്ത ഭരണാധികാരി, ധീര ദേശാഭിമാനി, ലോകത്തെ ആദ്യ ഗറില്ല സമര നായകൻ, പാശ്ചാത്യന്റെ വെടിമരുന്നും തോക്കും ആദിവാസിയുടെ വിഷം പുരട്ടിയ അമ്പും ഒരുപോലെ ഉപയോഗിച്ച യുദ്ധതന്ത്രജ്ഞൻ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ലോകമെമ്പാടും പടനയിച്ച ബ്രിട്ടീഷ് സൈനിക തലവന്മാർ പഴശ്ശിരാജയ്ക്ക് മുന്നിൽ പലവട്ടം മുട്ടുമടക്കി. ജനറൽ സ്റ്റുവർട്ടും വാൾട്ടർ ഈവറും വില്യം പേജും വിക്കിൽസണും ഡങ്കനും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമുണ്ട്: ചിറക്കൽ, കോട്ടയം, കടത്തനാട്, കുറുമ്പ്രനാട് എന്നീ 4 നാട്ടു സൈന്യങ്ങൾ യോജിച്ചു നിൽക്കുകയാണെങ്കിൽ ഭാരതത്തിലെ മുഴുവൻ ബ്രിട്ടീഷ് സൈന്യത്തിന് പോലും അവരെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിക്കുകയില്ല. ആധുനിക ആയുധങ്ങളുള്ള ബ്രിട്ടീഷ് സൈന്യം അമ്പും വില്ലുമേന്തിയ പഴശ്ശി സൈന്യത്തിന് മുന്നിൽ നിഷ്പ്രഭരാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മേൽപ്പറയപ്പെട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരാണ്. സ്വന്തം മതവും സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും വൈദേശിക പടയോട്ടങ്ങളുടെ കാൽക്കീഴിൽ അരഞ്ഞു തീരാതിരിക്കാൻ ആത്മസമർപ്പണം ചെയ്ത ലോകമെമ്പാടുമുള്ള ധീരദേശാഭിമാനികളുടെ മുന്നണിയിലെ അഗ്രേസരനായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. 1774 മുതൽ 1793 വരെ മൈസൂർ സൈന്യത്തിനെതിരെ ശക്തമായ പോരാട്ടമാണ് വീരപഴശ്ശി നടത്തിയത്. 1796 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഴശ്ശിരാജയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഗറില്ല യുദ്ധമുറയുമായി അദ്ദേഹം ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. എടച്ചേന കുങ്കനെയും കണ്ണവത്ത് നമ്പ്യാരെയും ബ്രിട്ടീഷ് സൈന്യം വധിച്ച ശേഷവും ആ പോരാട്ടം ശക്തമായി തുടർന്നു. 1805 നവംബർ 30 ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെയുള്ള അവസാന പോരാട്ടത്തിനിടയിൽ ആ ധീരദേശാഭിമാനി വീരമൃത്യു വരിച്ചു. വീരപഴശ്ശിരാജയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം.